ഹലോ. ലളിത ചേച്ചി ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല ചേച്ചി. ഇന്നലെ രണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. എന്തിനു പറയാ, മരുമക്കളൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തിനു പറയാ ചേച്ചി, നമുക്കെപ്പോഴും ഒരു പാടി തന്നെ. മൂത്തവളാണെങ്കിൽ ഒരു ജോലിക്കാരിയാണല്ലോ. ഞായറാഴ്ച ദിവസം ആവുമ്പോ ഭാര്യയും ഭർത്താവും പിള്ളേരെയും കൊണ്ടാകും ഔട്ടിങ്ങിന് പോക്ക്. എന്നിട്ട് പുറത്തുനിന്നൊക്കെ ആഹാരം കഴിച്ച് അങ്ങനെ വരും. എന്നെയും കൂടെ വിളിക്കും. എന്നെ കൊണ്ട് പറ്റൂലേ ചേച്ചി. ഈ വ്യാപിക്കാത്ത വാഴ ഇറച്ചിയും വെച്ച് പിന്നെ മുളകും പുരട്ടാതെയൊക്കെ തിന്നണമെന്ന് എനിക്ക് പിടിക്കൂല. നമുക്ക് നമ്മളെ വീട്ടിൽ ആകാരല്ലോ. ഞാൻ പോകൂല. അയ്യോ, ഇളയവനാണെങ്കിൽ ഇങ്ങനെ ഒരു അച്ചിക്കോന്തായി വേറെ ഇല്ല. എന്നും വൈകുന്നേരം ഭാര്യയും കൊണ്ട് കറങ്ങാൻ പോക്ക്, ഫോണുകളിൽ ഫോട്ടോ കിടക്കും, ഒരു ബഹളം തന്നെ. ഇത്തിരി ഉള്ളിടത്തുനിന്ന് വന്നതല്ലേ, അതിന്റെ ഒരു ചാട അതിന്. നമുക്കൊരിടത്ത് ഇറങ്ങാൻ പറ്റൂലേ ചേച്ചി. ഒരു സ്ഥലത്ത് ഇറങ്ങാൻ നമുക്ക് പറ്റൂല. ഞാൻ ചേച്ചിയിലൂടെ ആയതുകൊണ്ട് പറയണം, എപ്പോഴും നമ്മളിവിടെ ഇവർ പറഞ്ഞത് നോക്കി കാവലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനെ അവനവന്റെ വീടുകളിൽ പറഞ്ഞു വിട്ടെങ്കിൽ എനിക്ക് ഇത്തിരി സ്വസ്ഥത. ഇവിടെ ഉണ്ട് ചേച്ചി, ഇവിടെ ഉണ്ട്. അപ്പൊ വരണം തോന്നുന്നു ചേച്ചി. പിന്നെ വിളിയേ അമ്മ. വാ മക്കളെ, വാ. ഉറങ്ങിപ്പോയി അമ്മ. ഇന്നലെ പോയിട്ട് വന്നപ്പോ ലേറ്റ് ആയില്ലേ, അപ്പൊ ഉറങ്ങിപ്പോയി. ഇന്നെന്തോരോടും പോയില്ലേ? ഇന്നൊരിടത്തും പോണില്ല അമ്മ, ചേട്ടന് വർക്കുണ്ട്. അവന് ജോലിയുണ്ടാ? വൈകിട്ട് എവിടെയെങ്കിലും പോയി രണ്ടുപേരും കൂടെ ഇവിടെ കയറിയിരിക്കാതെ. പോവാം, വൈകിട്ട് നോക്കട്ടെ, പോയി സന്തോഷിക്കും. എനിക്കൊരു ചായ വേണമായിരുന്നു. അപ്പൊ ചേച്ചി അടുക്കളയിൽ നിൽക്കല്ലേ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. പൊന്നു മക്കളെ, നീ അവളടുത്തൊന്നും കാര്യം പറയാൻ പോണ്ട. കാരണം എന്താന്ന് വെച്ചാൽ നീ ഉരുപ്പടിയൊക്കെ ഇട്ടോണ്ട് വന്നത് കൊണ്ട് ഭയങ്കര അസൂയും കുശും. എന്താ കാരണം അവൾ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയും. ചേച്ചി എന്താ അമ്മ ഇങ്ങനെ? എന്നെ ഒരു അനിയത്തെ പോലെ കണ്ടൂടെ? ഞാൻ ചേച്ചി എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് കാണുന്നത്. എന്തൊരു ചേച്ചി, നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കൂടപ്പിറപ്പ് തന്നെ. ഇത് അങ്ങനെയൊന്നുമില്ല, നിന്റെ കൂടെ നല്ല അസൂയ ഉണ്ടാവും. എന്താ ഇങ്ങനെ? ചേച്ചിക്ക് എന്നെ ഇഷ്ടമില്ലേ? ഇപ്പൊ ജോലി ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരമാണ് ഞാൻ കാണിക്കുന്നത്. നല്ല വിഷമമുണ്ട്. മക്കളും പഠിച്ച് അതുപോലൊരു ജോലി വേണം. എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് എന്താ എന്നോട് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല അങ്ങനെ. പിന്നെ മക്കളെ, ഇത് നിന്റെ മനസ്സിരിക്കട്ട്. അമ്മയോട് അവള് വന്ന് പറഞ്ഞ കാര്യമാണ്. നീ ഇന്നാളെ ആ ജീൻസും ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഉടുപ്പിട്ടോണ്ട് പോയില്ലേ, ഇതുപോലെ വയറൊക്കെ കാണായിരുന്നു. എന്റെ കൂടെ വന്ന് പറയാണ്, അമ്മ ഇത് എന്തൊരു വേഷം, കല്യാണം കഴിഞ്ഞില്ലേ, എന്തൊരു വേഷവും. ചേച്ചി അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ അതൊന്നും നോക്കണ്ട, അവളെ ഇഷ്ടത്തിന് പോവും, നീ നിന്റെ കാര്യം നോക്കെന്ന് പറഞ്ഞു വിട്ട്. നീ ഭയങ്കര സങ്കടമുണ്ട് അമ്മ. എന്താ ഇങ്ങനെ? നീ കൂടുതൽ അവിടെ സംസാരിക്കാനൊന്നും പോണ്ട. ശരി അമ്മേ, ശരി. ചായന്റെ വേണം അമ്മയ്ക്ക്? അല്ലമ്മ, ഞാൻ അടുക്കളയിൽ പോയി ഞാൻ എടുത്തോളാം. അമ്മ ചെയ്തു തരാം കേട്ടോ. ആണോ? ചേച്ചി വഴക്ക് പറയൂ. നീ ഇനി അതപ്പം ചോദിക്കാനൊന്നും പോണ്ട. ചോദിച്ചാൽ ഞാൻ ഇനി ഉടനെ നിന്റെ കൂടെ പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് മക്കളൊന്നും ചോദിക്കാൻ പോണ്ട. അതുകൊണ്ട് നീ അവളോട് സംസാരിക്കാനേ പോണ്ട, മനസ്സിലായ? എന്നാ പിന്നെ ഞാൻ റൂമിലോട്ട് പോവാം. ശരി, മക്കൾ റൂമിൽ പോവാം. അമ്മ ചായ ഇട്ടുണ്ട്, മക്കള് പോവാം. അതമ്മേ, ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിക്കുന്നില്ല, ഞാൻ എന്റെ വീട്ടിൽ പോയി നിക്കാം. മക്കള് ഇത് രണ്ടും കൂടെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ ഇനി ചക്കരയും തേനും ഈച്ചയൊക്കെയാവും. പിന്നെ ഈ വീട്ടിൽ നിന്ന് പോവേ ഇല്ല. അതുകൊണ്ട് രണ്ടിനെയും കൂടെ തൊടിയിപ്പിക്കാതിരുന്ന രണ്ടിനെയും രണ്ട് വഴിക്കാം. അമ്മ, ലക്ഷ്മി എവിടെ? അവള് ചായ ചോദിച്ചെന്ന് പറഞ്ഞു. ചായയോ? നീ ഇതാക്ക് ചായ കൊണ്ടുവന്നു? ആ മോള് പറഞ്ഞു ഞാൻ ചായ ഇട്ടിട്ട് വന്നു. എന്റെ പൊന്നു പെണ്ണെ, ആ പെണ്ണിന് ചായ വേണമെങ്കിൽ അവള് പോയി എടുത്ത് കുടിക്കൂലേ? നീ ഇതാക്ക് ചായ കൊണ്ട് പറഞ്ഞത്? എന്താ അമ്മ ഇത്? നിന്റെ കൂടെ ഒരു കാര്യം പറയാം. അവളെ പിഴുക്ക വേല ചെയ്യാനൊന്നും നീ നിൽക്കരുത്. നീ ഒരു ജോലിക്കാരി പെണ്ണാണ്. അവള് കുറെ ഉള്ളിടത്തുനിന്ന് വന്നെന്ന് പറഞ്ഞോണ്ട് അവളെ കാര്യം കാണിച്ചോണ്ടിരുന്ന അവൾ അവിടെ കാണിച്ചോണ്ടിരിക്കും. നീ അവളെ താഴാ നിൽക്കരുത്. ഒന്നുമില്ലെങ്കിൽ നിനക്കൊരു ജോലി ഇല്ലേ? അപ്പൊ മക്കളൊരു കാര്യം ചെയ്യണം, അവക്ക് വേണ്ട കാര്യങ്ങൾ അവള് വന്ന് ചെയ്യും. നീ ഒരു കാര്യവും ചെയ്തു കൊടുക്കാൻ നിൽക്കല്ലേ എന്റെ പൊന്നു മക്കളെ. എന്താ അമ്മ, എനിക്കിപ്പോ അത് ഭയങ്കര വിഷമം തോന്നുന്നു. അവൾ എന്റെ അടുത്ത് മിണ്ടാറേ ഇല്ല, സംസാരിക്കാറേ ഇല്ല. ഞാൻ അങ്ങോട്ട് പോയാലും അവൾ അധികം സംസാരിക്കുന്നില്ല. പിന്നെ മക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു കാര്യം പറയുന്നതാണ്. ഇന്നാള് നീ ഒരു നെറ്റിന്റെ സാരി കൊടുത്തോണ്ട് പോയില്ലേ? അപ്പൊ ഇവള് വന്ന് എന്റെ കൂടെ പറയാണ്, അമ്മ ചാച്ചിയുടെ വയറ് ഫുള്ളും കാണണ്, അത് മറച്ചു വെച്ച് പോവാൻ നോക്കെ. അവൾ അങ്ങനെ പറഞ്ഞു. എന്താ അമ്മ അവളിങ്ങനെ? എനിക്ക് സ്വന്തം അനിയത്തി പോലെയല്ലേ? നീ നിന്റെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. ഞാൻ എന്റെ ഒരു സ്വന്തം കൂടപ്പുറപ്പ് പോലെയല്ലേ കണ്ടത്? നിനക്ക് അനിയത്തി പോലെ തന്നെ. പക്ഷെ അവക്കത് തോന്നണ്ടേ പൊന്നു മക്കളെ? അതുകൊണ്ട് നീ പറയണമെന്ന് കേൾക്കാതെ നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവക്ക് എന്റെ അടുത്ത് പറഞ്ഞൂടെ? അവളോട് യാതൊരു വക ചോദിക്കാനോ മിണ്ടാനോ സംസാരിക്കാനൊന്നും പോവരുത്. അവൾ ഒരിത്തിരി അഹങ്കാരമാണോ ഉള്ളിടത്തുനിന്ന് വന്നു എന്നുള്ള ഒരു ഇത്. എന്താ അമ്മ ഇങ്ങനെ? എന്തിനായാലും നീ ആ ചായ കൊണ്ടുവന്ന സ്ഥിതിക്ക് മകൾ ഇങ്ങതാ, അമ്മ കുടിക്ക. ചായ വേണോ? ഇതിൽ ചായക്ക് എനിക്കും അത്യാവശ്യമായിരുന്നു. നീ ഭയങ്കര വിഷമമുണ്ടോ അമ്മ? അമ്മ ഇതിപ്പോ ചേട്ടൻ്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട, വിഷമാവും.
നീ ഒരു കാര്യം മനസ്സിലാക്കി, നീ അവളോട് സംസാരിക്കാനോ എടുക്കാനോ ഒന്നും പോകരുത്. നിന്നെ അവൾക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. ശരി, അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സംസാരിക്കണില്ല അവളുടെ അടുത്ത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. എനിക്ക് സന്തോഷമായിട്ട് കഴിയായിരുന്നു നമുക്കിവിടെ. നീ നിന്റെ കാര്യം നോക്കി അങ്ങ് പോ കേട്ടാ. ശരി അമ്മ, അമ്മയ്ക്ക് അറിയാമല്ലോ എന്നെ. ഞാനിവിടെ വന്നിട്ട് എത്ര വർഷമായി. എന്താ അവള് മനസ്സിലാക്കാത്തത്? അമ്മ പറയണ കേള്. ശരി, ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ, കുറച്ചൊരു ജോലിയുണ്ട്, ഓഫീസിൽ പോണം. ശരി പോ. പിള്ള വിളിക്കുന്നു. ഹലോ അമ്മ. ആ ഹലോ, പറയടാ. എന്തൊരു പ്രശ്നം? എന്തിനുണ്ടാവാൻ? രണ്ടും ചേരൂല, രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഹങ്കാരം. ഇനി അമ്മ പറഞ്ഞൊന്നും നീ പറയാതെ. ഇനി എനിക്കിവിടെ കിടക്കപ്പുറതിയില്ല, അറിയാലോ. അതുകൊണ്ട് നീ അമ്മ പറഞ്ഞു. ശരി 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 ശരി. അമ്മ, ഞാൻ എന്റെ വീട്ടിൽ പോണേ. ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ അടുത്ത് വൈകിട്ട് അങ്ങ് വരാൻ പറഞ്ഞാൽ മതി. ഞാൻ പോകണേ അമ്മ, അതാണ് നല്ലത്. ശരി അമ്മ, ബൈ. അമ്മ, ഞാനും എന്റെ വീട്ടിൽ പോകണുണ്ടേ. ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മക്കളെയും കൂടെ ഞാൻ കൊണ്ടുപോവുകയാണ്. പറഞ്ഞാൽ മതി, അമ്മയും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണില്ല അമ്മ. അവൾ ഇവിടെ സന്തോഷമായിട്ട് നിൽക്കട്ടെ. ഞാൻ പോകുന്നു, വീട്ടിൽ പോകണം. ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കാം. പൊന്നു മക്കളെ, നിങ്ങൾ രണ്ടുപേരും പോണത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. എന്നാലും നിങ്ങളെ സന്തോഷമാണ് അമ്മയ്ക്ക് വലുത്. പോയി രണ്ടുപേരും പോയി സന്തോഷത്തോടെ ജീവിക്കാം. അമ്മ വരാം. ഒരാഴ്ച നിന്റെ വീട്ടില്, ഒരാഴ്ച അവളെ വീട്ടിൽ നിൽക്കും. ശരിയമ്മ, അമ്മ വന്നോ? എനിക്കത് സന്തോഷമല്ലേ. ശരിയമ്മ, പോണേ. എനിക്ക് നല്ല വിഷമമുണ്ട്, എന്നാലും ഞാൻ പോണം. അപ്പൊ ഒത്തിരി സ്വസ്ഥത കിട്ടി. എന്റെ അമ്മ വീട്ടിൽ എന്തൊരു ചെലവ്. എനിക്ക് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാൻ പറ്റുമോ? പറ്റൂല. ഇത് രണ്ടും കൂടെ എപ്പോഴും അടുക്കളയിൽ, അല്ലാതെ ഒരു വഴിയില്ല. സന്തോഷം, സമാധാനമായി.